മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും പ്രത്യേക സ്ഥാനമുള്ള താരജോഡികളാണ് മോഹൻലാലും ശോഭനയും. തേമാവിൻ കൊമ്പത്ത്, പവിത്രം, തുടരും തുടങ്ങിയ നിരവധി സിനിമകളോടെ ഇരുവരുടെയും കെമിസ്ട്രി ആരാധകർ ആഘോഷമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്നും പ്രേക്ഷകർക്കുള്ളിൽ ഒരു വിങ്ങലായി നിലനിൽക്കുന്ന ഇരുവരുടെയും ചിത്രം മിന്നാരം തന്നെയാണ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ശോഭന അവതരിപ്പിച്ച നീനയും മോഹൻലാൽ അവതരിപ്പിച്ച ബോബിയും മലയാള സിനിമാ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ പ്രത്യേക ഇടം നേടിയ കഥാപാത്രങ്ങളാണ്. അവസാന നിമിഷം ബോബി എത്തിപ്പെടുമെന്ന് പ്രതീക്ഷയിൽ കണ്ണു നിറഞ്ഞു കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് നീനയുടെ അന്ത്യം വലിയൊരു വേദനയായി മാറിയിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം മിന്നാരം വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. ഇത്തവണ മറ്റൊരു രീതിയിൽ ട്രോളായിട്ടാണ് മിന്നാരം ചർച്ചപ്പെടുന്നത്. സിനിമയിൽ നീനയുടെ അസുഖം, അതിനായുള്ള ചികിത്സയും ചുറ്റിപ്പറ്റിയാണ് പുതിയ ചർച്ചകൾ. മിന്നാരത്തിലെ ശോഭനയെ പോലെ അത്രയും ദുരിതം പിടിച്ച നായിക മലയാളത്തിൽ വേറെ ഇല്ല എന്ന് തോന്നുന്നു എന്നാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമുള്ള ബോംബെ ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, 10 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന പോളിത്തൈമിയ റുബിനുവേര, അതിനുള്ള മരുന്ന് ജർമ്മനിയിൽ മാത്രം കിട്ടുന്ന സൈക്ലോഫ്രാമിയ, പിന്നെ ഉള്ളത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് എന്ന മരുന്നാണെങ്കിൽ അതാണെങ്കിൽ ചിക്കാഗോയിൽ നിന്ന് വരുത്തണം എന്നിങ്ങനെ സിനിമയിൽ പറയുന്ന മെഡിക്കൽ വിശദീകരണങ്ങളാണ് ഇപ്പോൾ ട്രോൾ പേജുകളിൽ പ്രധാന ആയുധം. അതിലും കൂടുതൽ ശ്രദ്ധ നേടുന്നത് ബോബി 100 cc ബൈക്ക് ഊട്ടിയിൽ നിന്ന് മുംബൈ എയർപോർട്ടിലേക്ക് മരുന്ന് വാങ്ങാൻ പോകുന്ന രംഗത്തെക്കുറിച്ചുള്ള കമന്റുകളാണ്. മണിച്ചിത്രത്താഴിൽ 70 കിലോമീറ്റർ ലേഡി സൈക്കിളിൽ ഒരാളെ ഇരുത്തി പോയതിന് ചെറിയ കാര്യമാണത്. പക്ഷേ ചിലർ ചിരിയോടെ കുറിക്കുന്നു. അതിനോടൊപ്പം ലാലു അരച്ചിൻ്റെ കഥാപാത്രവും അസുഖത്തിൻ്റെ പേര് പഠിക്കാൻ മാസങ്ങൾ എടുത്തുവെന്ന തരത്തിൽ പരിഹാസങ്ങളും, മരുന്നെറിഞ്ഞു പൊട്ടിച്ച സമയം നീനയ്ക്ക് ബോധം വന്നിരുന്നെങ്കിൽ പിന്നെയും മരുന്നിന് വേണ്ടി മുംബൈ വരെ പോകേണ്ടി വരുമായിരുന്നു തുടങ്ങിയ രസകരമായ കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഒരിക്കൽ കണ്ണു നിറച്ച നമ്മളെ ക്ലൈമാക്സ് എന്ന ട്രോളുകൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുകയാണ്. കാലം മാറുമ്പോൾ പ്രേക്ഷകരുടെ കാഴ്ചപ്പാടും മാറും എന്നതിനുള്ള മികച്ച ഉദാഹരണമാണ് മിന്നാരം വീണ്ടും എയറിലാകുന്നത്. എന്തൊക്കെയായാലും സങ്കടത്തോടെയും പുഞ്ചിരിയോടെയും ഒക്കെ ഒരുമിച്ച് ഓർമ്മിക്കപ്പെടുന്ന സിനിമയായി മിന്നാരം മലയാളികളുടെ ഹൃദയത്തിൽ തുടരും.